ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ നിറയ്ക്കട്ടെ. ദൈവത്തിന്റെ ശക്തി നമ്മെ തൊടട്ടെ. വചനം കേൾക്കുമ്പോൾ തന്നെ സ്തുതിയോടുകൂടെ അത് ഏറ്റെടുക്കുവേൻ. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. എൻ്റെ ജീവിതത്തിൽ ദൈവ കൃപ എനിക്ക് വേണം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് വേണം എന്ന ഒരു ആഗ്രഹത്തിൽ നിറഞ്ഞ് അതിനെ ഏറ്റെടുക്കുവേൻ. ശപിക്കപ്പെട്ടവനായി നീ വന്നേക്കാം, എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവനായി നീ തിരികെ പോകും. ബലഹീനനായി നീ വന്നേക്കാം, എന്നാൽ ബലവാനായി നീ തിരികെ പോകും. രോഗിയായി നീ വന്നേക്കാം, സൗഖ്യത്തോടെ നീ തിരികെ പോകും. നീ ഏത് അവസ്ഥയിൽ വന്നാലും ശരി, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ തൊട്ടാൽ വന്നതുപോലെ നീ പോവുകയില്ല. ദൈവത്തിന്റെ കൃപയിൽ നിറഞ്ഞ്, ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ഒരു വിടുതലോടുകൂടെ നീ തിരികെ പോകും. ഇപ്പോൾ പോകുന്നത് പോലെ പോയാൽ പോരാ. ഇപ്പോൾ പോകുന്ന പോക്ക് പോരാ. ഒരു മാറ്റം വന്നേ മതിയാകൂ. ഒരു മാറ്റം വന്നേ മതിയാകൂ. ആരൊക്കെ ആ വചനങ്ങൾ ഏറ്റെടുക്കുന്നുവോ, ആ ഏറ്റെടുക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. ആമേൻ. നിന്റെ ജീവിതം മാറണം. ശപിക്കപ്പെട്ട ജീവിതം വേണ്ട. ആമേൻ. ഞെരുങ്ങുന്ന ജീവിതം വേണ്ട. ദൈവദൂതന്മാരുടെ കാവലും പരിപാലനവും സഹായവുമുള്ള ദൈവ സാന്നിധ്യം നിറഞ്ഞ, ദൈവ മഹത്വം നിറഞ്ഞ ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹത്തോടെ വിശ്വസിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടായിരിക്കും നിന്റെ ജീവിതം മാറും.